ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നറിഞ്ഞാൽ വലിയൊരു ആക്രമണം തന്നെ ഉണ്ടായേക്കും. അതിന് നമുക്ക് വേറെ വഴി നോക്കാം. ഇവിടെ ഉള്ളവർ തന്നെ സേഫായി വിഗ്രഹം കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം. അതെങ്ങനെ? ആദ്യം നമുക്ക് വിവരങ്ങൾ ജോർജ് സാറിനെ അറിയിക്കാം, അതിനുശേഷം പ്ലാൻ ചെയ്യാം. ദേവിയാ നമ്മളെ രക്ഷിച്ചത്. അതെ അമ്മേ, ദേവി നീ കാത്തു. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് ഈ വിഗ്രഹത്തിന്റെ പേരില. ഇതിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക്. ഇപ്പൊ വേണ്ട ചെറിയച്ച, എന്തായാലും നേരം വെളുത്തിട്ടൊരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ എന്തായാലും പോലീസിനെ വിളിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവന്മാരെല്ലാം ദേ ഇപ്പൊ എണീറ്റ് പൊയ്ക്കോളും. എനിക്ക് ഇങ്ങോട്ട് എണ്ണിക്കണം. അതേവന്റെ അടുത്താണ് എല്ലാരും പോയി. ഇനി ആരും ഒന്നും പേടിക്കണം. അമ്മേ പാടി ഈശ്വര, विनोदिनी नंदनुते गिरिवरविंध्य शिरोधिनि वासिनि विष्णु विलासिनि जिष्णुनुते भगवति हेशिति कंठ कुडुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ഇനി വിഗ്രഹം വീട്ടിൽ വെക്കുന്ന റിസ്കാ. എത്രയും പെട്ടെന്ന് അത് മാറ്റിയേ പറ്റൂ. പെട്ടെന്ന് എങ്ങനെ മാറ്റും? ആരും അറിയാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും റിസ്ക് ആണ്. അവര് വീട്ടിൽ കയറി എല്ലാവരെയും കൊന്നിട്ടാണെങ്കിലും വിഗ്രഹം കൊണ്ടുപോകാൻ തയ്യാറായ സ്ഥിതിക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നറിഞ്ഞാൽ വലിയൊരു ആക്രമണം തന്നെ ഉണ്ടായേക്കും. അതിന് നമുക്ക് വേറെ വഴി നോക്കാം. ഇവിടെ ഉള്ളവർ തന്നെ സേഫായി വിഗ്രഹം കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം. അതെങ്ങനെ? ആദ്യം നമുക്ക് വിവരങ്ങൾ ജോർജ് സാറിനെ അറിയിക്കാം, അതിനുശേഷം പ്ലാൻ ചെയ്യാം. ശരി. ഹലോ ജെഡി. സർ, ഇന്നിവിടെ ചില സംഭവങ്ങളുണ്ടായി. പറയൂ ജെഡി. ഓക്കെ ജെഡി, ആ വിഗ്രഹം ഇനി അവിടെ വയ്ക്കണ്ട. അത് മാറ്റാൻ ജെഡി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്തോളൂ. ഓക്കെ സർ. ഓക്കെ. എന്നാ ചായ.
കുറച്ചു നാളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്താൽ തന്നെ ടെൻഷനാണ്. അതിൻ്റെ കൂടെ ഈ വിഗ്രഹ പ്രശ്നം കൂടെ ആയപ്പോ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്താ മഹിയേട്ട ഇത്? ദേവിയുടെ വിഗ്രഹം അത്. അതിന്റെ ശക്തിയായിരിക്കും ഇന്നലെ നമ്മളെ രക്ഷിച്ചത്. എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നത്? വെറുതെ ദോഷം വാങ്ങി വെക്കരുത്. ചന്ദ്രമതി, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഇനി എന്തിനാ ഓരോന്ന് നമ്മളെ മനഃപൂർവ്വം വാങ്ങി വെക്കുന്നത്? ഈ വിഗ്രഹം ഒരു പ്രശ്നമാണെന്നോ? അത് അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെറുതെ ഈശ്വരനെ വെച്ച് കളിക്കരുത്. അതെ. ഉം. ആ മഹിയേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. അതെ, ആരാ എടുത്തോണ്ട് പോകാൻ പറ്റുന്നതെന്ന് നമുക്കറിയത്തില്ല. ആരാണ് നമ്മളെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു ശക്തിയുള്ള വിഗ്രഹമാണെങ്കിൽ അതിന് നിത്യപൂജയും അഭിഷേകവും നിവേദ്യവും കൊടുക്കണ്ടല്ലേ? കേട്ടോ? അതൊന്നും അറിയാതെ നമ്മൾ ഇതിവിടെ സൂക്ഷിച്ചു വെച്ചാലേ ഗുണത്തെക്കാളേറെ ദോഷം വന്നാൽ നമ്മൾ എന്തോ ചെയ്യും. അത് സഹദേവട്ടൻ പറഞ്ഞത് ശരിയാ. ആ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നൊരു വിഗ്രഹമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതെ. ഇതിപ്പോ സ്വപ്നത്തിൽ കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോ എന്ത് ഏതാന്ന് നമുക്കറിയില്ലല്ലോ. ഉം, ഉം. ചെറിയമ്മേ, ആ? അങ്ങനെ സ്വപ്നത്തിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഇതിവിടെ ഇരിക്കട്ടെ എന്നും തിരുമേനി വന്ന ശേഷം ഒരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ തിരുമേനി വരാൻ താമസിക്കുമെന്നല്ലേ മോളെ പറയുന്നത്? അതുവരെ ഇതിവിടെ വെച്ചോണ്ടിരിക്കാൻ സാധിക്കുമോ? നമുക്കിത് ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയോ പോലീസിൽ കൊടുക്കുകയോ ചെയ്യാവുന്ന എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായമാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം.